എന്തായാലും നാം അനുസരിച്ചേ പറ്റൂ, തോമ പറഞ്ഞു. അതെ, ശരി തന്നെ. ഓ, ഈ പാവപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞാൻ ഓടിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു, പത്രോസ് പറഞ്ഞു. അരുത്, അനുസരിക്കുന്നതിലൂടെയാണ് ഗുരുവിനെ സ്നേഹിക്കേണ്ടത്, ജെയിംസ് അൽഫേഴ്സ് പറഞ്ഞു. ഈശോ പറഞ്ഞ പ്രകാരം നാം ജോലി തുടങ്ങുക എന്നത് ന്യായം മാത്രമാണ്. ദിവ്യമായ വിവേകവും അതുമാത്രമാണ്. ഈശോ ഇപ്പോഴും അടുത്തൊക്കെ തന്നെ ഉള്ളതിനാൽ നമുക്ക് വല്ല തെറ്റുപറ്റിയാൽ അവിടുന്ന് തിരുത്തിത്തരും. നാം അദ്ദേഹത്തെ സഹായിക്കുക തന്നെ വേണം, തീഷ്ണമതി നിർദ്ദേശിച്ചു. അത് ശരിയാണ്, ഈശോ വളരെ ക്ഷീണിതനാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ കുറഞ്ഞ തോതിലായാലും അദ്ദേഹത്തിന് നാം ആശ്വാസം കൊടുക്കണം. ഈ ഭാണ്ഡങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയും കിടക്ക തയ്യാറാക്കി കൊടുക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും മാത്രം ചെയ്താൽ പോരാ. അത് ആർക്കു വേണമെങ്കിലും ചെയ്യാം. അദ്ദേഹം ആഗ്രഹിക്കുന്നത് തൻ്റെ ദൗത്യത്തിൽ നാം അദ്ദേഹത്തെ സഹായിക്കണമെന്നാണ്. അത് നാം ചെയ്യണം, ബെർത്തലോമിയോ തീർത്തു പറഞ്ഞു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്നത് ശരിയാണ്. കാരണം നിങ്ങളൊരു പഠിപ്പുള്ള മനുഷ്യനാണ്. എന്നാൽ ഞാൻ ഒന്നും അറിഞ്ഞുകൂടാത്തവനാണ്. സെബദി പുത്രനായ യാക്കോബ് തൻ്റെ പ്രയാസം അറിയിച്ചു. അല്ലയോ കർത്താവേ, അവിടെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അതാ അവർ ഇങ്ങോട്ട് വരുന്നു. ഞാൻ എന്താണ് ചെയ്യുക? അന്ത്രയോസ് പകച്ചു നിന്നു. അപ്പോൾ മത്തായി പറഞ്ഞു, നമ്മളിൽ ഏറ്റവും എളിയവനായ ഞാനൊരു ഉപദേശം പറയുന്നത് ക്ഷമിക്കുക. നമ്മളിങ്ങനെ പരാതി പറഞ്ഞു നിൽക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത്. യൂദാസേ, വരിക. നിനക്ക് വേദഭാഗങ്ങൾ നന്നായി അറിയാമല്ലോ. നമുക്ക് വിവേകം ലഭിക്കാനായി ഞങ്ങൾക്കെല്ലാം വേണ്ടി നീ ശലോമോൻ്റെ പ്രാർത്ഥന ചെല്ലുക. വേഗമാകട്ടെ, അവർ വരും മുമ്പ് വേണം. തദേവൂസ് മനോഹരമായ ശബ്ദത്തിൽ ഇങ്ങനെ ആരംഭിച്ചു. എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, നീ നിൻ്റെ വചനത്താൽ സകലതിനെയും സൃഷ്ടിച്ചു. ദൈവമേ, നിന്നെ സന്തോഷിപ്പിച്ച എല്ലാവരും ആദ്യകാലം മുതൽക്കേ ജ്ഞാനത്താൽ രക്ഷിക്കപ്പെട്ടു. ജനങ്ങൾ അടുത്തെത്തുകയും ആയിരം ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ യഥാസമയം അദ്ദേഹം ആ പ്രാർത്ഥന പൂർത്തിയാക്കി. ഗുരു എവിടെ പോയി? അദ്ദേഹം എപ്പോൾ തിരിച്ചു വരും? തുടങ്ങി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള അനവധി ചോദ്യങ്ങൾ അവർ ചോദിച്ചു. ഈശോയെ പാദങ്ങൾ കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് പിന്തുടരാനാണ് അവർ ആഗ്രഹിച്ചത്. അതെങ്ങനെ സാധിക്കുമെന്ന് അവർ ചോദിച്ചു. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അപ്പസ്തോലന്മാർ പരസ്പരം നോക്കി മിഴിച്ചു നിന്നു. അപ്പോൾ യൂദാസ് കറിയോത്ത പറഞ്ഞു, പൂർണ്ണതയെ പിന്തുടരുന്നതിലൂടെ. ആ ഉത്തരം എല്ലാം വിശദീകരിക്കുന്നതായി തോന്നി. കൂടുതൽ വിനയശാലിയും ശാന്തനുമായ ജെയിംസ് അൽഫേഴ്സ് ധ്യാനപൂർവ്വം പറഞ്ഞു, എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച പൂർണ്ണത നിയമം അനുസരിക്കുന്നതിലൂടെ കൈവരിക്കാം. എന്തെന്നാൽ നിയമം നീതിയാണ്, നീതി പൂർണ്ണതയുമാണ്. ഇതുകൊണ്ടൊന്നും ജനങ്ങൾ തൃപ്തിപ്പെട്ടില്ല. ജനക്കൂട്ടത്തിൽ നിന്ന് നേതാവിനെ പോലെ ഒരാൾ പറഞ്ഞു, എങ്കിലും ഞങ്ങൾ നന്മ ചെയ്യുന്ന കാര്യത്തിൽ കൊച്ചുകുട്ടികളെ പോലെയാണ്. കുട്ടികൾക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയുകയില്ല. അനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ അവയെ വേർതിരിക്കാനാകും? ഞങ്ങൾക്കറിയാവുന്നത് ഒരു വഴിയേ ഉള്ളൂ, വിദ്യാലയത്തിൽ നിന്നും പഠിച്ച ആ വഴി. വളരെ ബുദ്ധിമുട്ടുള്ളതും ദീർഘവും ഭീകരവുമാണ്. എന്നാൽ അത് ആ കാണുന്ന ജലവാഹിനി പോലെ ഒന്നാണെന്ന് ഈശോയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി. താഴെ മൃഗങ്ങളും മനുഷ്യരും സഞ്ചരിക്കുന്ന ഒരു നിരത്തുണ്ട്. കൂടാതെ അങ്ങ് ആകാശം മുട്ടി നിൽക്കുന്ന മലമുകളിൽ കൂടിയും ഒരു നിരത്തുണ്ട്. അത് വൃത്തിയുള്ളതും തടസ്സങ്ങളില്ലാത്തതുമാണ്. താഴെ കൂടിയുള്ളത് പരുക്കനും വൃത്തികെട്ടതും ഇരുണ്ടതുമാണ്. ദൈവത്തിൻ്റെ ദാനമായ ജലത്തിന് ഒഴുകിപ്പോകാൻ വേണ്ടി ആർച്ചിന് മുകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള ആ വാഹിനിയുണ്ടല്ലോ, സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കിരണങ്ങളും ഇലകളും പൂക്കളും പക്ഷിയുടെ ചിറകുകളും അതിനെ സ്പർശിക്കുന്നു. ദൈവത്തിൻ്റെതായ ആ ഉയർന്ന പാതയിൽ എത്തിച്ചേരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവിടെ ചെന്നെത്തേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പഴമയുടെ ഭാരം കൊണ്ട് ഈ താഴ്വരയിൽ തന്നെ നിൽക്കുവാൻ ഞങ്ങൾ പ്രേരിതരാകുന്നു. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും പറഞ്ഞത് ഏതാണ്ട് 25 വയസ്സ് പ്രായവും കറുത്ത നിറവും നല്ല ബലവും ബുദ്ധിമാനെന്ന് തോന്നിക്കുന്ന ആകാരഭംഗിയുമുള്ള ഒരു യുവാവായിരുന്നു.
അവിടെ നിന്നിരുന്ന അധികം പേരിൽ നിന്നും വ്യത്യസ്തനായ ഒരാളായിരുന്നു അയാൾ. പ്രായം ചെന്ന ഒരാളോട് ചേർന്നാണ് അയാളുടെ നിൽപ്പ്. അത് അത്ര തന്നെ ദീർഘകായനായ യൂദാസ് കറിയോത്ത അയാളെ കണ്ട ശേഷം തൻ്റെ സഹപ്രവർത്തകരോട് ഇങ്ങനെ മന്ത്രിച്ചു: വേഗമാകട്ടെ, കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുക. ഇവരുടെ കൂട്ടത്തിൽ ഹെർമായും ഗമാലിയൻ്റെ സുഹൃത്തായ സ്റ്റീഫനുമുണ്ട്. ഇത് കേട്ടപ്പോൾ അപ്പസ്തോലന്മാർ തികച്ചും പരിഭ്രാന്തരായി. ഒടുവിൽ തീഷ്ണൻ ഇങ്ങനെ മറുപടി നൽകി: ആ ഇരുണ്ട നിരത്തിലെ അടിത്തറയില്ലെങ്കിൽ മുകളിലുള്ള ആർച്ചും ഉണ്ടായിരിക്കുകയില്ല. ആർച്ചിൻ്റെ മൂശയാണ് ഈ അടിത്തറ. മണ്ണിൽ ഉറപ്പിച്ചിരിക്കുന്ന കല്ലുകളാണ് ഉന്നതമായ ആർച്ചിനെ താങ്ങി നിർത്തുന്നത്. വല്ലപ്പോഴുമൊക്കെ ഒരു മീവൽ പക്ഷി ചെലിച്ചുകൊണ്ട് താഴേക്ക് പറന്നു വന്ന് ആർച്ചിൻ്റെ അടിത്തറ സ്പർശിച്ചുവെന്ന് വരാം. സൂര്യൻ്റെയോ നക്ഷത്രത്തിൻ്റെയോ ഒരു രശ്മി അരിച്ചിറങ്ങി താഴെ എത്തിയേക്കാം. അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ചിലപ്പോഴൊക്കെ വാഗ്ദാനത്തിൻ്റെ ഒരു ദിവ്യവചനമോ ജ്ഞാനത്തിൻ്റെ സ്വർഗീയമായ ഒരു കിരണമോ ദൈവിക കോപത്താൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഈ കല്ലുകളിൽ പതിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ഈ കല്ലുകൾ ആവശ്യമുള്ളതാണ്. അവ ഒരിക്കലും ആവശ്യമില്ലാതായി തീരുകയുമില്ല. കാലം മുമ്പോട്ട് നീങ്ങുകയും അവയെ സംബന്ധിച്ച മനുഷ്യവിജ്ഞാനം പൂർണ്ണമാവുകയും ചെയ്തപ്പോൾ അവയ്ക്ക് ഇന്നത്തെ സ്വാതന്ത്ര്യവും പ്രകൃത്യാതീതമായ ജ്ഞാനത്തെ സംബന്ധിച്ച അവബോധവും കൈവന്നു. നിങ്ങളുടെ വിയോജിപ്പ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മുഖത്തു നിന്ന് അത് വായിച്ചറിയുവാൻ എനിക്ക് കഴിയും. ഞങ്ങൾ മുമ്പ് ഈ അവസ്ഥയിലായിരുന്നു. അന്ന് ഈ പുതിയ ഉപദേശം മനസ്സിലാക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞിരുന്നില്ല. മണ്ണിൻ്റെ ഇരുളറകളിലേക്ക് താണുപോകുന്ന കല്ലുകൾ പോലെയായിരുന്ന ഞങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ കല്ലുകളായി ഉയർത്തപ്പെടാനുള്ള പക്വത അന്ന് കൈവന്നിരുന്നില്ല. പ്രകൃത്യാതീതമായ ഈ അന്ധകാരത്തിൻ്റെ ആകുലതയിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിന് നാം ധൈര്യപൂർവ്വം ഈ അടിസ്ഥാന ശിലയെ അതിന്മേൽ വെച്ചിരിക്കുന്ന മറ്റു കല്ലുകളിൽ നിന്നും മോചിപ്പിക്കണം. നിത്യമായ അരുവിയിലെ ശുദ്ധമായ ജീവജലം വഹിക്കാത്ത ഈ ഉയർന്ന ഭിത്തി തട്ടിമറിച്ചിടുവാൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആ അടിസ്ഥാന ശിലയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക. അത് മാറ്റപ്പെടുവാൻ പാടില്ലാത്തതാണ്. അത് ദൈവത്തിൽ നിന്നും വരുന്നതാണ്. അതിനെ നീക്കം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ അതിന്മേലുള്ള എല്ലാ കല്ലുകളും മോശമോ ഉപയോഗശൂന്യമോ അല്ലാത്തതിനാൽ ദൈവവചനത്തിൻ്റെ ശബ്ദത്താൽ ഓരോന്നിൻ്റെയും പരിശോധിച്ച ശേഷം ആവശ്യമില്ലാത്തതിനെ മാത്രം തള്ളിക്കളയുക. പരിശോധനയിൽ നല്ലതെന്നു കാണുന്നതിനെ സൂക്ഷിച്ചു വെച്ച് പുനർനിർമ്മാണത്തിന് വീണ്ടും ഉപയോഗിക്കുക. അവയിൽ നിന്നും ഒഴുങ്ങിക്കേൾക്കുന്നത് മാനുഷികമോ പൈശാചികമോ ആയ ശബ്ദമാണെങ്കിൽ അവയെ കഷ്ണങ്ങളായി നുറുക്കിക്കളയുക. നിങ്ങൾ കേൾക്കുന്നത് ദൈവിക ശബ്ദമാണെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ശബ്ദമായിരിക്കും. മാനുഷിക ശബ്ദമാണെങ്കിൽ ഇന്ദ്രിയ സുഖത്തിൻ്റേതായിരിക്കും. സാത്താൻ്റെ ആണെങ്കിൽ വിദ്വേഷത്തിൻ്റെ ശബ്ദവുമായിരിക്കും. ഇവ തമ്മിൽ നിങ്ങൾ തെറ്റിപ്പോകരുത്. ദൈവത്തിൻ്റേതല്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന കല്ലുകളെ കഷ്ണങ്ങളാക്കി നുറുക്കിക്കളയുക. എന്തെന്നാൽ വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്തുന്ന ക്ഷുദ്രജന്തുക്കളെയും അഴുക്കു സാധനങ്ങളെയും നശിപ്പിച്ചു കളയുന്നത് ജീവകാരുണ്യമാണ്. നിങ്ങളുടെ മോശമായ എല്ലാ പ്രവൃത്തികളെയും എഴുത്തുകളെയും ബോധങ്ങളെയും നടപടികളെയും അക്ഷരാർത്ഥത്തിൽ തന്നെ തകർത്ത് തവിടുപൊടിയാക്കുക. വാരക്കണക്കിന് മോശം കല്ലുകൾ വയ്ക്കുന്നതിലും നല്ലത് കേവലം ഒരു മുഴം നല്ല കല്ല് അവശേഷിപ്പിക്കുന്നതാണ്. സൂര്യകിരണങ്ങൾ താഴേക്ക് ഇറങ്ങി വന്ന് തറയിൽ നിന്നും അല്പം മാത്രം ഉയർന്നു നിൽക്കുന്ന ആ കല്ലുകളെ സ്പർശിക്കും. നിരത്തുവെക്കിൽ നിൽക്കുന്ന ചെറു പുഷ്പങ്ങൾ അവയെ സ്പർശിക്കും. നേരെ മറിച്ച് എന്നാൽ അഹങ്കാരമുള്ള നിഷ്പ്രയോജനകരമായ കല്ലുകൾക്ക് മുൾപടർപ്പുകളുടെ സ്പർശനവും വിഷജന്തുക്കളുടെ ആലിംഗനവുമായിരിക്കും ലഭിക്കുക. അതിനാൽ ദൈവിക ശബ്ദത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നിങ്ങളുടെ പഴയ കല്ലുകളെ പരിശോധിക്കുക. പകരം കെട്ടാനും ഉയരത്തിലേക്ക് പോകാനും വേണ്ടി മോശമായതിനെ നശിപ്പിച്ചു കളയുക. ഹേ മനുഷ്യ, നിങ്ങളൊരു നല്ല പ്രാസംഗികൻ തന്നെ. ഞങ്ങൾ ഉയരത്തിലേക്ക് പോകണം, അതിപ്പോൾ തന്നെ വേണം. കുഞ്ഞുങ്ങളെക്കാൾ ചെറിയവരാണ് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞുവല്ലോ.
അത്യുന്നതങ്ങളിലേക്ക് കയറാൻ ഞങ്ങളെ ആരാണ് പ്രാപ്തരാക്കുക? ദൈവിക ശബ്ദത്താൽ ആ കല്ലുകളെ ഞങ്ങൾ പരിശോധിക്കാം. നല്ലതല്ലാത്തതിനെ ഞങ്ങൾ നശിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് ഉയരങ്ങളിലെത്താൻ കഴിയുക? ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ചഞ്ചലചിത്തരായി തീരുന്നു. സ്റ്റീഫൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട് തലകുനിച്ചിരുന്ന യോഹന്നാൻ തല ഉയർത്തി തനിയെ ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിതമായിരുന്നു. യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു: സഹോദരന്മാരെ, ഉന്നതി പ്രാപിക്കണമെന്ന ചിന്ത നിങ്ങളെ മത്തുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ശരിയാണ്. എന്നാൽ ഔന്നത്യത്തെ അപഹസിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാണ്? കുട്ടികളെന്നല്ല, മുതിർന്നവർ പോലും അപ്രകാരം ചെയ്യുകയില്ല. മാലാഖമാർക്ക് മാത്രമേ നീലാകാശത്തു കൂടി സ്വച്ഛന്തം സഞ്ചരിക്കുവാൻ കഴിയൂ. എന്തെന്നാൽ അവർക്ക് ഭൗതികമായ ഭാരം ഒട്ടുമേയില്ല. മനുഷ്യരിൽ പരിശുദ്ധിയുടെ പരകോടിയിലെത്തിയവർക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയും. വിഷാദകലുഷമായ ഈ ലോകത്തിൽ നന്മയുടെ മൂർത്തിഭാവമായ ഒരാൾ നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിരിക്കുകയും ദൈവത്തിൻ്റെ നിയമം ഓരോ നിയമമായി ആയിരിക്കുകയും നന്മ ചെയ്യുന്ന ഓരോ സൃഷ്ടിയും അത് അനുസരിക്കുകയും ചെയ്തിരുന്ന കാലത്ത് ജനങ്ങൾ ഇസ്രയേലിനെ അലങ്കരിച്ചതുപോലെയാണിത്. ഔന്നത്യത്തെ കീഴ്പ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് സ്നാപയോഹന്നാൻ നമുക്ക് പറഞ്ഞു തന്നു. യോഹന്നാൻ ഒരു മനുഷ്യനാണെങ്കിലും ദൈവത്തിൻ്റെ അജ്ഞാവുന്ന കൃപ അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ ശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകന്റെ ചുണ്ടുകൾ മാലാഖമാരാൽ ക്ഷാളനം ചെയ്യപ്പെട്ടവയാണ്. മിശിഹായുടെ മുന്നോടിയായ അദ്ദേഹത്തിന് ദൈവം തൻ്റെ കൃപയാൽ മാലാഖമാരുടെ ചിറകുകൾ നൽകി. തപശ്ചര്യയാൽ അദ്ദേഹം അത് വളർത്തിയെടുക്കുകയും ചെയ്തു. അതിനാൽ സർവകാലങ്ങളിലെ മറ്റെല്ലാ പ്രവാചകന്മാരെയുംകാൾ സമുന്നതമായ പദവിയിലെത്താനും നിത്യസൂര്യനായ അവനെ നേരിട്ട് കാണുവാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്നാപകയോഹന്നാൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഇതാ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് പരിമിതമായ ഈ സമയത്തേക്ക് മാത്രമല്ല, എക്കാലത്തേക്കും വേണ്ടി ആലപിക്കപ്പെട്ട ഗാനമാണ്. ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ കുഞ്ഞാട് മനുഷ്യ അവതാരം ചെയ്ത് കഷ്ടതകൾ സഹിക്കാനായി ഇതാ സമാഗതമായിരിക്കുന്നു. യോഹന്നാനിനെ ഈ ലോകത്തോട് വിട പറയാം. പിതാവായ ദൈവത്തിൻ്റെ അപരിമിതവും പരമപരിശുദ്ധവുമായ ചിന്തയിൽ വസിച്ചിരുന്ന ദൈവകുഞ്ഞാട് തൻ്റെ അനന്തമായ പരിശുദ്ധിയും ദിവ്യത്വവും നശ്വരമായ ശരീരത്തിൽ ഉൾക്കൊള്ളിച്ച് മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നു. യോഹന്നാനെ പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ തക്കവിധം നാം ദൈവകൃപയാൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് അവിടത്തേക്കറിയാം. വീടിൻ്റെ മേൽക്കൂരകളിലും നിരത്തുകളിലും വസിക്കുന്ന വെറും കുരുവികളാണ് നമ്മൾ. ആകാശത്ത് പറന്നു നടക്കുന്ന ഞാവൽ പക്ഷികളാണ് നമ്മളെങ്കിലും നമ്മുടെ ഭക്ഷണം ചെറു പ്രാണികളാണ്. മാലാഖമാരെ പോലെ പാട്ടുപാടാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടേത് ചീവിടിൻ്റേത് പോലെയുള്ള അപസ്വരമാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കം ചെയ്യാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിന് ഇതൊക്കെ അറിയാം. മനുഷ്യരൂപമെടുത്ത അവിടുന്ന് ദൈവസ്വഭാവം നിലനിർത്തുന്നതിനാൽ അവിടത്തേക്കെല്ലാം അറിയാം. എന്തെന്നാൽ അവിടുത്തെ ജ്ഞാനം എന്നെന്നും അനന്തമാണ്. അതിനാൽ അവിടുന്ന് തൻ്റെ വഴി നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ വഴിയാണത്. നമ്മോടുള്ള കരുണ മൂലം ശരീരമെടുത്ത സ്നേഹം തന്നെയാണ് അവിടുന്ന്. കാരുണ്യമയമായ ആ സ്നേഹം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച വഴി ചെറിയവർക്ക് പോലും പോകാവുന്ന തരത്തിലുള്ളതാണ്. ആ ഔന്നത്യത്തിൽ പ്രവേശിച്ച ആദ്യത്തെ ആൾ അദ്ദേഹം തന്നെയാണ്. തനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല, നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പിതാവിലേക്ക് തിരിച്ചു പോകാൻ അവിടത്തേക്ക് ചിറകു വിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദുരിതപൂർണമായ ഈ ലോകത്തിൽ വസിക്കുന്നതിനായി അവിടുന്ന് അവ ഒതുക്കി വയ്ക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ സത്യം ചെയ്തു പറയുന്നു. എങ്കിലും അവിടുന്ന് എപ്പോഴും പിതാവിനോടൊപ്പം തന്നെയുണ്ട്. എന്തെന്നാൽ ദൈവത്തിനെല്ലാം കഴിയും. അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് മുമ്പിൽ പോകുമ്പോൾ അവിടുത്തെ പരിശുദ്ധിയുടെ സുഗന്ധവും സ്നേഹത്തിൻ്റെ സ്വർണവും അഗ്നിയും പിന്നിൽ അവശേഷിപ്പിക്കുന്നു. അവിടുത്തെ വഴിയിലേക്ക് നോക്കുക. ഓ, ആർച്ചിൻ്റെ സമുദ്ര സ്ഥാനത്ത് നാം എത്തിക്കഴിഞ്ഞു. ഇവിടം എത്ര ശാന്തവും സുരക്ഷിതവുമായിരിക്കുന്നു. ഇത് ഋജുവല്ല, സർപ്പിളാകൃതിയിലുള്ളതാണ്.
ദീർഘമായ ഈ വഴി അവിടുത്തെ കരുണാമയമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ദുർബലരായ നമുക്ക് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. ഇത് ദീർഘമാണെങ്കിലും നമ്മുടെ കഷ്ടതകൾക്ക് കൂടുതൽ അനുയോജ്യമാണ്. സ്നേഹത്തിലേക്ക്, ദൈവത്തിലേക്ക് ഉയരുക എന്നത് സ്നേഹം പോലെ തന്നെ സരളമാണ്. എങ്കിലും ഇത് വിശാലമാണ്. എന്തെന്നാൽ ദൈവം അഗാധതയാണ്, അത് അളവറ്റതാണ്. തന്നെ സ്നേഹിക്കുന്ന ആത്മാക്കളുടെ അടുത്തേക്ക് താഴ്ന്നിറങ്ങി വന്നാലേ അവയ്ക്ക് അവിടുത്തെ സ്പർശിക്കാനോ ചുംബിക്കുവാനോ കഴിയുകയുള്ളൂ. യോഹന്നാൻ പറയുന്നതിനിടയിൽ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ വെളിപ്പെടുത്തുന്ന അദ്ദേഹം വികാരാധീനനായി തീർന്നിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഈ വഴി ദീർഘമാണ്. എന്തെന്നാൽ അഗാധതയാകുന്ന ദൈവം അതിരില്ലാത്തവനാണ്. ഈ വഴിയിൽ അവരവർക്ക് ആഗ്രഹമുള്ളത്ര കയറിപ്പോകാം. എന്നാൽ നിത്യനായ ആ അഗാധത നമ്മുടെ യാതനകളുടെ ആഴം കണ്ടെത്തുന്നു. അത് തൻ്റെ പ്രകാശത്താൽ നമ്മെ മാടി വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: എൻ്റെ അടുത്തേക്ക് വരിക. ഓ ദൈവത്തിൻ്റെ ക്ഷണം, പിതാവായ ദൈവത്തിൻ്റെ ക്ഷണം, കേൾക്കുക, കേൾക്കുക. സ്വർഗവാതിലുകൾ തുറന്ന് ദൈവത്തിൻ്റെ ദയാപൂർണമായ വചനങ്ങൾ ഇതാ പ്രവഹിക്കുന്നു. എന്നാൽ ക്രിസ്തു ആ വാതിലുകൾ മലർക്കെ തുറന്ന് കരുണയുടെയും ക്ഷമയുടെയും മാലാഖമാരെ അത് തുറന്നു വെക്കാൻ കാവൽ നിർത്തിയിരിക്കുകയാണ്. മനുഷ്യൻ കാരുണ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിനാൽ സ്വർഗത്തിലെ പ്രകാശവും സുഗന്ധവും സംഗീതവും സമാധാനവും മനുഷ്യഹൃദയങ്ങളെ ആകർഷിക്കത്തക്ക വിധം ദിവ്യമായ രീതിയിൽ താഴേക്ക് ഒഴുകാതിരിക്കുകയില്ല. അതാ ആ കേൾക്കുന്നത് ദൈവം സംസാരിക്കുന്ന ശബ്ദമാണ്. നിങ്ങളുടെ ശിശുത്വം, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങൾ യഥാർത്ഥമായും ശിശുക്കളായി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായാൽ നിങ്ങൾക്ക് വിനയവും ആത്മാർത്ഥതയും ശിശുസഹജമായ സ്നേഹവും ഉണ്ടാവും. ശിശുക്കൾക്ക് മാതാപിതാക്കളോട് തീർച്ചയായും സ്നേഹമുണ്ടാവുമല്ലോ. നിങ്ങളുടെ അപ്രാപ്തി, എന്നാൽ അത് എൻ്റെ മഹത്വമാണ്. ഓ വരൂ, നിങ്ങളിൽ നിന്ന് നല്ല ശബ്ദമോ ചീത്ത ശബ്ദമോ വരുന്നതെന്ന് സ്വയം പരിശോധിക്കുവാൻ പോലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അവരെ എനിക്ക് തരിക, ഞാൻ അവരെ എടുക്കാം. നിങ്ങൾ അവരെ പുനർനിർമ്മിക്കുക. പൂർണ്ണതയിലേക്കുള്ള കയറ്റം. ഓ പാടില്ല എൻ്റെ ചെറുമക്കളെ, എൻ്റെ പുത്രനും ഇപ്പോൾ നിങ്ങളുടെ സഹോദരനുമായവൻ്റെ കൈ പിടിക്കുക. എന്നിട്ട് അവനോടൊപ്പം ഔന്നിത്യം പ്രാപിക്കുക. ഔന്നിത്യം പ്രാപിക്കുന്നതിന്, നിത്യസ്നേഹമായ നിന്നിൽ എത്തിച്ചേരുന്നതിന്, സ്നേഹമെന്ന നിന്റെ സാദൃശ്യം നേടിയെടുക്കുന്നതിന്, സ്നേഹിക്കുന്നതിന്, അതാണ് ഇതിൻ്റെ രഹസ്യം. സ്നേഹത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിന് സ്വയം പരിശ്രമിക്കുക. ഈ ശരീരം ഇത് കാര്യമാക്കേണ്ട, ദുഃഖം അതും കാര്യമാക്കേണ്ട, സമയം അതും പ്രശ്നമല്ല. അല്ലയോ ദൈവമേ, നിന്റെ സ്നേഹാഗ്നിയിൽ കത്തിച്ചു കളയുമ്പോൾ പാപവും ഒന്നുമല്ല, സ്നേഹം മാത്രം നിലനിൽക്കുന്നു. സ്നേഹം ദൈവരൂപനെ നമുക്ക് പ്രദാനം ചെയ്ത പരമസ്നേഹം നമുക്ക് എല്ലാ ക്ഷമയും തരുന്നു. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് കുഞ്ഞുങ്ങളെക്കാളധികം അറിയാവുന്നവർ ആരും തന്നെ ഇല്ല. നിങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടെയെങ്കിലും ഒന്നറിയാം. നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ നന്മയെ അന്വേഷിക്കുന്നു. നീലാകാശവും അത്യുന്നതമായ സൂര്യനും ഉൾപ്പെടെ സന്തോഷവും സ്നേഹവും തരുന്ന പ്രകൃത്യാതീതമായ എല്ലാറ്റിനെയും സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിതെല്ലാം സാധ്യമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുക. നിങ്ങൾ ഈ ലോക ജീവിതപ്രകാരം മരിച്ചാലും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. പുതിയ ആത്മാവ് ലഭിക്കുമ്പോൾ നിങ്ങൾ ശാശ്വതമായി കെടുത്താൻ കഴിയാത്ത അഗ്നിയായി മാറും. ആ അഗ്നിജ്വാല ഉയർന്നു പൊങ്ങും. അങ്ങനെ ഉയരുന്നതിലേക്ക് അതിന് ചവിട്ടുപടികളുടെയോ ചിറകുകളുടെയോ ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും അഹംഭാവം ഒഴിവാക്കുക. നിങ്ങളിൽ സ്നേഹം നിറക്കുക. അപ്പോൾ നിങ്ങൾ ജ്വലിച്ചുയരും. ആ കാര്യത്തിൽ യാതൊരുവിധ പരിമിതിയും ഏർപ്പെടുത്തരുത്. അത്രമാത്രം പോരാ, ആ അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനായി നിങ്ങളുടെ ഭൂതകാല മോഹങ്ങളെയും അറിവുകളെയും നിങ്ങൾ വലിച്ചെറിയണം. നല്ലതല്ലാത്തതെല്ലാം ആ അഗ്നിയിൽ കത്തിയെരിയണം. ഇപ്പോൾ തന്നെ നല്ല ലോഹമായത് കൂടുതൽ ശുദ്ധമായിത്തീരും. സഹോദര, ത്രിത്വത്തിൻ്റെ സജീവവും സന്തോഷകരവുമായ സ്നേഹത്തിലേക്ക് നിങ്ങളെ തന്നെ വലിച്ചെറിയുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പോൾ സംഭവിക്കും. നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കും. യാതൊരു വിധത്തിലുള്ള കരുതിവെപ്പുമില്ലാതെ പൂർണ്ണമായും തന്നെ ദൈവത്തിൻ്റെ ബലിത്തീയിലേക്ക് വലിച്ചെറിയുന്നവർക്ക് മാത്രമേ ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ.
ഒടുവിൽ ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ ആലിംഗനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവസ്നേഹത്തെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്ന ക്രിസ്തുവിൻ്റെ ശിശുവായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ ഈ പ്രസംഗം കേട്ട് മറ്റ് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും വിശ്വാസികളുമെല്ലാം ആശ്ചര്യപ്പെട്ടു. അവരുടെ മുഖം വിവരണമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം തുടുത്തിരുന്നു. എങ്കിലും അധ്വാനഭാരത്താലും സ്നേഹത്താലും അത് അധികമായി പ്രകടമായില്ല. ഒടുവിൽ സ്റ്റീഫൻ പറഞ്ഞു, അങ്ങ് അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നാൽ അങ്ങ് ആരാണെന്ന് പറയുക. അപ്പോൾ യോഹന്നാൻ വിനയപൂർവ്വം തലകുനിച്ച് ഇപ്രകാരം പറഞ്ഞു. ഈ അവസരത്തിൽ യോഹന്നാൻ മാലാഖയുടെ അറിയിപ്പ് കേട്ടുകൊണ്ടിരുന്ന കന്യകയായ മേരിയെ അനുസ്മരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ യോഹന്നാനാണ്. ദൈവദാസന്മാരിൽ ഏറ്റവും എളിയവനെ നിങ്ങൾക്ക് എന്നിൽ കാണാം. നേരത്തെ അങ്ങയുടെ ഗുരു ആരായിരുന്നു? ദൈവമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ ആത്മീയമായ മുലപ്പാൽ എനിക്ക് ലഭിച്ചത് ദൈവം മുൻകൂട്ടി ശുദ്ധീകരിച്ചയച്ച സ്നാപക യോഹന്നാനിൽ നിന്നാണ്. ഞാനിപ്പോൾ ദൈവവചനമായ ക്രിസ്തുവിൻ്റെ അപ്പമാണ് ഭക്ഷിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും വരുന്ന ദൈവത്തിൻ്റെ അഗ്നിയാണ് ഞാൻ കുടിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശരി, ഞാൻ അങ്ങയെ വിട്ടുപോവാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങയെയോ അദ്ദേഹത്തെയോ ഞാൻ വിട്ടുപോവുകയില്ല, നിങ്ങളോടൊപ്പം എന്നെയും ചേർത്താലും. എങ്കിലും പത്രോസിനെ വിളിക്കാം, അദ്ദേഹമാണ് ഞങ്ങളുടെ തലവൻ. ആശ്ചര്യഭരിതനായ പത്രോസ് അയാളെ ആദ്യത്തെ ആളായി പ്രഖ്യാപിച്ചു. അതിനുശേഷം പത്രോസ് പറഞ്ഞു, മകനെ, മഹത്തായ ഒരു ദൗത്യത്തിന് സുചിതമായ ഒരു പ്രതികരണം ആവശ്യമാണ്. ഈ മനുഷ്യൻ ഞങ്ങളുടെ മാലാഖയാണ്. ഇദ്ദേഹം നമ്മളെ പ്രജ്വലിപ്പിക്കുന്നു. എന്നാൽ ഈ ജ്വാല നമ്മിൽ എത്രനാൾ നിലനിൽക്കും എന്നതാണ് പ്രശ്നം. അത് നിങ്ങൾ തന്നെ അളന്നു നോക്കിയിട്ട് ദൈവസന്നിധിയിലേക്ക് വരിക. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നൊരു സഹോദരനെ എന്ന പോലെ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാം. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ജീവിതവുമായി നിങ്ങൾക്ക് കൂടുതൽ പരിചയം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം വസിക്കുക. ക്രിസ്തുവിൻ്റെ അനുയായികൾ അസംഖ്യമായി വളരുമ്പോൾ അവയിൽ നിന്നും യാഥാർത്ഥ്യമായ കുഞ്ഞാടുകളെ വേർതിരിച്ചെടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ആദ്യത്തെ അപ്പസ്തോലിക വെളിപാട് അവസാനിച്ചു.